ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ചാപ്റ്ററായ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ്, അതായത് ഗുണന സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വളരെ നല്ല ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു ചാപ്റ്ററാണ്. മൾട്ടിപ്ലിക്കേഷന്റെ പല പ്രത്യേകതകൾ, ഉദാഹരണത്തിന് നമ്മൾ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ നമ്പർ ഇപ്പൊ 32 ഒരു നമ്പർ ആണെങ്കിൽ അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ 23 ആവും. അപ്പോൾ ആ രീതിയിൽ നമ്പർ തിരിച്ചിട്ട് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് സെയിം ആവുന്ന തരം നമ്പേഴ്സ്, അതേപോലെ തന്നെ എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇപ്പൊ ഫ്രാക്ഷൻ വരികയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യകൾ വരികയാണെങ്കിൽ എങ്ങനെ നമുക്ക് അതിന്റെ കാൽക്കുലേഷൻ എളുപ്പമാക്കാം. ഇതേ രീതിയിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇപ്പോ 10ാം ക്ലാസ് അതേപോലെ തന്നെ +1 +2 കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബേസിക് മാത്സ് അറിയില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം ഫുൾ A+ കിട്ടിയ കുട്ടിയാണെങ്കിൽ പോലും നമ്മളിപ്പം ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പം 1/2 × 1/3 × 1/4 ചോദിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ രീതിയിലുള്ള നല്ല ചാപ്റ്റേഴ്സ് നമ്മുടെ സിലബസിൽ പുതിയതായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ, ഇതിന്റെ കൂടെ തന്നെ പുതിയ കുറച്ച് ചാപ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, ആ ചാപ്റ്റേഴ്സ് ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ബേസിക്സ് ഇല്ലാതെ നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഒരിക്കലും വരില്ല. സോ നന്നായിട്ട് ശ്രദ്ധിക്കുക ഈ ചാപ്റ്ററിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലുള്ള എല്ലാ ക്വസ്റ്റ്യനും എന്ന് തന്നെ പറയാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിങ് മുതൽ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ പറയാനുള്ളത് ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗുണനത്തെ പറ്റിയാണ്. സോ ഗുണനം എങ്ങനെ സിമ്പിൾ ആക്കാം, ഏതൊക്കെ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്, എങ്ങനെ നിങ്ങൾക്ക് അത് മനസ്സിൽ ഓരോ ഗുണനങ്ങൾ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. സോ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ പഠിക്കാതെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒരിക്കലും ചെയ്യാൻ പറ്റൂല. അത്രയും എന്താ പറയുക, ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ഐഡന്റിറ്റീസ്, ഇവിടെ കണ്ടോ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യും, ഈ ചാപ്റ്ററിന് നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിക്കും. അപ്പൊ ഈ ഇക്വേഷൻസ് അല്ലെങ്കിൽ ഈ സമവാക്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, പ്രോബ്ലത്തിന്റെ ആൻസേഴ്സ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. സോ ഏറ്റവും നല്ലൊരു ചാപ്റ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് സ്റ്റാർട്ടിങ് മുതൽ തന്നെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. സോ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ്. ഏറ്റവും ആദ്യം നിങ്ങളോട് പറയാണ് 16 × 5 കണ്ടുപിടിക്കാൻ പറയാണ്. 16 ഗുണിക്കണം 5 കണ്ടുപിടിക്കാൻ പറയാണ്. സോ നിങ്ങൾക്ക് ഇപ്പൊ സപ്പോസ് 10 വരെ മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ അറിയുള്ളൂ അല്ലെങ്കിൽ ഗുണന പട്ടിക അറിയുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാ ചെയ്യാൻ പറ്റുക? ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. 16 പകരം 10 + 6 എന്ന് എഴുതാൻ പറ്റും. ഇൻറ്റു ഇവിടെ 5, അത് അതേപോലെ ഇവിടെ എഴുതാൻ പറ്റും. 10 × 5. സോ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് 10 + 6 × 5 എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ ആൻസർ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ടേമിനെ കറസ്പോണ്ടിങ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, ഓരോ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഏറ്റവും ആദ്യം 10 × 5 ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ പ്ലസ് ചെയ്തതിന് ശേഷം 6 × 5 ചെയ്യണം. സോ 10 × 5 എന്താ, 10 × 5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 50 ആണ്. അത് കഴിഞ്ഞിട്ട് 6 × 5 30 ഉണ്ടാവുക. സോ ദിസ് ഇസ് ഈക്വൽ ടു 50 + 30, ദാറ്റ് ഈസ് 80 ആണ് ആൻസർ വരിക. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് ചെയ്തത്? ഒന്നുമില്ല, നമുക്കിത് ഇതേപോലെ വലിയ കാൽക്കുലേഷൻ ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന് നമുക്ക് വേറൊരു കാര്യം കൂടി പറയാൻ പറ്റുന്ന, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സ് കാണാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 16 × 5 ചോദിക്കാണ്. 10 × 5 = 6 × 30, 50 + 30 80. കണ്ടോ, മൈൻഡിൽ കിട്ടും. ഒന്നുകൂടെ പറയാം, 16 × 5 എന്ന് പറഞ്ഞാൽ ആദ്യം 10 + 6 ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മൈൻഡിൽ കാണുക. എന്നിട്ട് 10 × 5 + 6 × 30, 50 + 30 80. ഇനി ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഉദാഹരണത്തിന് നിങ്ങളോട് ചോദിക്കുകയാണ് 13 × 6 എന്താണ്? 13 × 6 എന്താണ്? നിങ്ങൾക്ക് 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മാത്രമേ അറിയൂ എങ്കിൽ
ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ അത് മതി. കാര്യം എന്താന്ന് വെച്ചാൽ 13നെ 10 × 6 60, 3 × 6 18, 60ഉം 18ഉം 78. കണ്ടോ, കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇങ്ങനെ എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്താണ്, 10 × 6 പ്ലസ് 3 × 6 ദിസ് ഇസ് ഈക്വൽ ടു 60 പ്ലസ് 18 ഈക്വൽ ടു 78. കണ്ടോ, ഈ രീതിയിൽ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ സംഭവം ക്ലിയർ ആണല്ലേ? സോ ഇങ്ങനെ എന്താ പറയാ, നമുക്ക് ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ എഴുതി ചെയ്യണമെന്ന് തോന്നുന്ന പ്രോബ്ലംസ് പോലും ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഐഡന്റിറ്റീസ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, സിമ്പിൾ ആക്കി ഇങ്ങനെ ചെറുതാക്കി എന്ത് ചെയ്യും, നമ്മളത് മൈൻഡിൽ കാണാൻ പറ്റിയ ഒരു രീതിയിലേക്ക് മാറ്റും. അതാണ് പറയാനുള്ളത്. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം, ഇതിലുള്ള പ്രധാനപ്പെട്ട ഐഡന്റിറ്റീസിലേക്ക് പോവാം. ഇവിടെ ഏറ്റവും ആദ്യം പറയാനുള്ളത്, ഇവിടെ ഒരു പ്രോഡക്റ്റ് ഓഫ് സം അല്ലെങ്കിൽ തുകകളുടെ ഗുണനം ഇതാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇതില് നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ഇക്വേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. എന്താണ് ഈ ഇക്വേഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യുക, കാര്യങ്ങൾ നമുക്കത് ക്ലിയർ ആയിട്ട് നോക്കാം. ഇപ്പൊ നിങ്ങളോട് പറയാണ് കാൽക്കുലേറ്റ് 16 നമ്മൾ നേരത്തെ 16 × 5 ആണ് ചെയ്തത്, 16 × 15 ചെയ്യാൻ പറയാണ്. അപ്പൊ 16 × 15 എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. കാരണം അത് എന്താ പറയുക, എഴുതി ചെയ്യേണ്ട രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 16 നമുക്ക് 10 + 6 × 10 + 5 ഇങ്ങനെ എഴുതാൻ പറ്റും. ശരിയല്ലേ? 10 × 6 + 10 × 5. ഇനി നമുക്ക് ഇതിന്റെ ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ആദ്യം 10 × 10 ചെയ്യണം, 10 × 10 പ്ലസ് പിന്നെ 10 × 5 ചെയ്യണം, 10 × 5. അത് കഴിഞ്ഞിട്ട് 6 × 10 ചെയ്യണം, പിന്നെ 6 × 5 ചെയ്യണം, 6 × 10 പ്ലസ് 6 × 5, 6 × 5. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരിക, 10 × 10 എന്താ, 10 × 10 അത് 100 ആണ് വരിക. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, 10 × 5 50 ആണ് വരിക. അതേപോലെ 6 × 10 60 ആണ് വരിക. 6 × 5 30 ആണ് വരിക, 30 ആണ് വരിക. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 + 50 പ്ലസ് 60 എന്ന് പറഞ്ഞാൽ 210 30 240 ആണ് ആൻസർ വരിക, 240. സോ 240 ആണ് ആൻസർ എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ വേറൊരു രീതിയിലും പറയാൻ പറ്റൂട്ടോ. കാരണം ഇവിടെ ഈ 10 + 5 ആണ് 15 എന്ന് നമുക്കറിയാം അല്ലേ? സോ 16 × 10 എത്രയാണ്, 16 × 10 160 ആണ്. ജസ്റ്റ് ഒരു 0 ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 5 × 16 എന്താ, 5 × 16 160ന്റെ പകുതി 80 ആണ്. സോ 160ഉം 80ഉം എത്രയാണ്, 240. കണ്ടോ, പെട്ടെന്ന് ആൻസർ കിട്ടി. അപ്പോ ഇവിടെ ചില കേസിൽ നിങ്ങൾക്ക് ഇങ്ങനെ 16 × 10 + 5 ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ നേരത്തെ ചെയ്തില്ല, 16 × 5 2 16നെ 10 + 6ഉം പിന്നെ അതേപോലെ 5ഉം നമ്മൾ അല്ലാതെ ചെയ്തില്ലേ, അതേപോലെ വേണമെങ്കിൽ ഇതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ചില കേസിൽ വലിയ നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇങ്ങനെ രണ്ടായിട്ട് 2 നമ്പേഴ്സിനെയും സ്പ്ലിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പൊ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇവിടെ നമ്മുടെ ഐഡന്റിറ്റിയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ചെയ്യേണ്ടത്, x + y × u + v. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഈ എക്സിന്റെയും യുവിന്റെയും സ്ഥാനത്തുള്ള 10ഉം 10ഉം നിങ്ങൾ നോക്കിയേ 10 × 10 എന്ന് പറഞ്ഞ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ രണ്ടാമത് xu കഴിഞ്ഞിട്ട് പിന്നുള്ളത് xv ആണ്, x × v ആണുള്ളത്. അതേപോലെ 10 × 5 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ, ഉണ്ട്. അതേപോലെ തന്നെ പിന്നുള്ളത് vu ആണ്. vu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് vu അല്ല, ആക്ച്വലി ഇത് എന്താ വരിക, xv-യും ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ xv ഇവിടെ ഉണ്ടല്ലോ അല്ലെ, yu അതേപോലെ തന്നെ yv. ഇത് y ആണ്, കാരണം ഈ ഇമേജ് മുകളിൽ കയറി വന്നതാണ്. സോ ഇതിനെ നമുക്ക് yu അതേപോലെ തന്നെ yv എന്ന് പറയാൻ പറ്റും. എനിവേ ഈ yu എന്ന് പറയുന്ന സമയത്ത് നോക്കിയേ 6 × 10 ആണ്, അതല്ല ഇവിടെ മൂന്നാമത് വന്നിട്ടുള്ളത് ആണ്. ഇനി അതേപോലെ തന്നെ ലാസ്റ്റ് yv, ലാസ്റ്റത്തെ രണ്ടെണ്ണം 6 × 5 അതാണ് ഇവിടെ ലാസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ നമ്പേഴ്സ് നമുക്ക് രണ്ടായിട്ട്
രണ്ട് നമ്പേഴ്സും രണ്ടായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ മൈൻഡിൽ കാണാനുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ നമുക്ക് ഫുൾ ഇങ്ങനെ എഴുതി ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു കടയിൽ പോയി എന്തോ സാധനം വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ നിങ്ങൾ വാങ്ങിയത് 32 എന്താ പറയുക 32 ഒരു 8 രൂപയുടെ ഒരു ചോക്ലേറ്റ് ആണ് വാങ്ങിയത്. 8 രൂപയുടെ ചോക്ലേറ്റ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, 32 × 8 കാണേണ്ടി വരും. അത് നിങ്ങൾക്ക് പേപ്പറും ബുക്കും ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ അത് മൈൻഡിൽ കാണേണ്ടി വരും. സോ 30 × 8 3 8 24 240 2 8 16 256 നിങ്ങൾക്ക് മൈൻഡിൽ കാണാൻ പറ്റണം. അപ്പൊ അതാണ് ഈ ഒരു ഇക്വേഷൻസ് ഐഡന്റിറ്റീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ എന്ത് തരം വലിയ കാൽക്കുലേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കാണാൻ പറ്റും. ഇനി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന ആൻസേഴ്സ് അല്ലെങ്കിൽ ഈ 4 1 2 3 4 ഈ 4 ടേംസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഒരു ഫോർമാറ്റിലാണ് വരിക, ഇതിങ്ങനെ കാണാതെ പഠിക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താ ചെയ്യേണ്ടത്, ഇവിടെ 4 ആയിട്ട് നമ്മൾ 1 2 3 4 4 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഈ 4 ടേമിനെ എന്താ പറയുക, ഈ 2 ടേമിനെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ ഈ 2 ടേമിനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ 2 ടേമിനെ കൊണ്ടും അടുത്ത ടേമിനെ x ഇൻറ്റു ഇതും ചെയ്യണം, y ഇൻറ്റു ഇതും ചെയ്യണം. ഇങ്ങനെ ഓരോ ടേമിനെ കൊണ്ടും അപ്പുറത്തുള്ള 2 ടേമിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓർഡറിലൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഈ ഓർഡറിൽ തന്നെ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ഏത് എന്താ പറയാ 2 അക്ക നമ്പർ ആണെങ്കിലും അതേപോലെ വലിയ 3 അക്ക നമ്പർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ 3 അക്ക നമ്പർ ഒക്കെ ചെയ്യാൻ പറ്റുക, ഒരു പണിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയാണ് 105 × 8 ചെയ്യാൻ പറയാണ്, 105 × 8 ചെയ്യാൻ പറയാണ്. ഇത് ഒറ്റ നോട്ടത്തിൽ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്, ബുദ്ധിമുട്ടാണ് അല്ലെ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ 100 + 5 × 8 എന്ന് എഴുതാൻ പറ്റും. 100 + 5 × 8. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ ബാക്കിയൊക്കെ മൈൻഡ് കാണാൻ പറ്റും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 × 8 എത്രയാ, 800 ആണ് വരിക. 5 × 8 40 വരിക. 840 ആൻസർ. ചെയ്ത് കഴിഞ്ഞു. പെന്നിന്റെയും ബുക്കിന്റെയും ഒന്നും ആവശ്യമില്ല. കാരണം ഈ 105 എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ മൈൻഡിൽ 100 + 5 ആക്കി കൂടെ ആക്കാൻ പറ്റും. അങ്ങനെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് പറയാനുള്ളത്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ ഒരു ഫിഗർ ആണ് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ VU ഇവിടെ ഉണ്ടായിരുന്നത്, ഇവിടെ V, അതേപോലെ തന്നെ ഇവിടെ U ഇവിടെ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇവിടെ X, അതേപോലെ ഇവിടെ Y ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഓരോ ടേമും പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ X × V XV, Y × V YV, X × U XU, അതേപോലെ Y × U YU. ഇതാണ് നമുക്ക് വരുന്ന ടേം. അപ്പൊ സത്യത്തിൽ നമ്മൾ ചെയ്യണത് എന്താ, ഇവിടെ 2 ടേമിനെ കൊണ്ട് അടുത്ത ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. 2 ടേമിനെ കൊണ്ട് 2 ടേം, ഈ 2 × ഈ 2 4 ടേമാണ് നമുക്ക് ടോട്ടലി വരുന്നത്. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇതിൽ ഫ്രാക്ഷണൽ നമ്പേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ എന്ന് നോക്കിയാൽ, ഫ്രാക്ഷണൽ നമ്പേഴ്സ്. അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കുക, ഫ്രാക്ഷണൽ നമ്പർ വരുമ്പോൾ നിങ്ങളോട് പറയാണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 8.5 × 3 1/4 3/4 ഇത് നിങ്ങളോട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറയാണ്. ഇത് ബേസിക്കലി മൈൻഡിൽ കാണാന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ, അല്ലെങ്കിൽ ഇപ്പൊ എഴുതി കാണുകയാണെങ്കിൽ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ്. 8.5 × 3 1/4 എന്നൊക്കെ പറയുമ്പോൾ, പക്ഷെ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എഴുതിയിട്ടുള്ള ഈ ഒരു ഫോർമുല ഉണ്ടല്ലോ, ആ ഒരു ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് സിമ്പിൾ ആക്കി മാറ്റാൻ പറ്റും. എങ്ങനെ മാറ്റാൻ പറ്റുക, ദിസ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റുക, 8 + അര × 3 + 4 അല്ലെ 3 + ക്വാർട്ടർ 1/4. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്താ വരിക, 3 × 8 എന്താ വരിക 24. 3 × 8 24 പ്ലസ് 8 × 1/4 പ്ലസ് എന്താ വരിക, 1/2 × 3 അല്ലെങ്കിൽ 3 × 1/2.
ഹാഫ് ഇൻറ്റു 1/4 അതാണ് നമുക്കിവിടെ വരിക. ഇനി നിങ്ങൾ നോക്കിയേ, ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 8 × 3 24 വരും. അതേപോലെ തന്നെ 8 × ക്വാർട്ടർ 8/4 8/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? അത് 8/4 ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 2 ആണ് വരിക, +2 വരും. അതേപോലെ തന്നെ 3 × 1/2 3/2 വരും, പ്ലസ് എന്താ പറയാ 1/2 × 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/8 ആണ് വരിക. കണ്ടോ, 1/8 ആണ് വരിക. ഇനി നമുക്കിത് ചെയ്യാനുള്ളത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ദിസ് ഇസ് ഈക്വൽ ടു 24 2 26 അല്ലെ, പ്ലസ് എന്ത് ചെയ്യാം, ഈ 3/2 അതേപോലെ 1/8 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3/2 1/8 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും 3 + 1. ഇവിടെ 8 എന്ന് പറയുന്ന ടേമിനെ നിങ്ങൾ LCM ആയിട്ട് എടുക്കുക. 8 എന്ന് പറയുന്ന ടേമിനെ നമ്മൾ LCM ആക്കി എടുക്കുക. സോ അങ്ങനെ ചെയ്യുമ്പോൾ ഇതാ ഇവിടെ മാറ്റി എഴുതാം. ഇതാ 8 LCM ആയിട്ട് എടുക്കണം. ഇവിടെ ഈ രണ്ട് ടേമിന് 8 LCM ആയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും എന്ത്, ഇവിടെ 4ന്റെ ഒരു കുറവ് ഈ 2ന്റെ സ്ഥാനത്തുണ്ട്. ഈ 2 എന്നുള്ളത് നമ്മൾ എന്താക്കുകയാണ്? 8 ആക്കുകയാണ്. അപ്പൊ അതെങ്ങനെയാ പറ്റുക? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ 3നെ നിങ്ങൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നാലേ ആ കാൽക്കുലേഷൻ കറക്റ്റ് ആവുള്ളൂ. എന്ന് പറഞ്ഞാൽ 3 4 12 1 13 13/8 ആണ് വരിക. 13/8 ആണ് വരിക. സോ ദിസ് ഇസ് ഈക്വൽ ടു 13/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 13ൽ 8 ഒരു പ്രാവശ്യം പോകും എന്ന് പറഞ്ഞാൽ 27. അങ്ങനെ 27 വരിക. ഇവിടെ 26 ഓൾറെഡി ഉണ്ട്, അതിലേക്ക് 13/8 1 13/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 1 ടൈം പോകും. റിമൈൻഡർ എത്ര ഉണ്ട്? ശിഷ്ടം എത്ര ഉണ്ട്? 5 ആണുള്ളത്. അപ്പോ 27 5/8 എന്നാണ് ആൻസർ വരിക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നേ ഉള്ളൂ. ഈ നമ്പർ കണ്ടൊന്നും ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ എന്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ചാപ്റ്ററിന്റെ നെയിമിലുള്ള പോലെ ഐഡന്റിറ്റീസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ ഈ രീതിയിൽ 24 2 26 26 കഴിഞ്ഞിട്ട് ഈ രണ്ട് ടേം LCM എടുക്കുന്നു. 8 LCM എടുക്കുന്ന സമയത്ത് 3 × 4 ചെയ്യണം, കാരണം 2 × 4 ആണ് 8. അതേപോലെ ഇവിടെ 8 ഓൾറെഡി ഉള്ളതുകൊണ്ട് ഈ 1 മാറ്റേണ്ട ആവശ്യമില്ല. സോ 3 × 4 12 + 1 13/8 എന്ന് പറഞ്ഞാൽ 13ൽ 8 1 ടൈം പോകും, ബാക്കി റിമൈൻഡർ 5 ആണ്. ഈ ഇവിടെ വരുന്ന 1 ആണ് ഈ 26 എന്താക്കിയത്? 1 കൂട്ടിയിട്ട് 27 ആക്കി മാറ്റിയത്. സോ 27 5/8 ആണ് ആൻസർ വരിക. അപ്പൊ ഇത്രയുമാണ് ഈ ഫ്രാക്ഷന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി നമുക്ക് ഇതേപോലെ നമുക്ക് ഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പറയാനുള്ളത് മറ്റുള്ള ഐഡന്റിറ്റീസ്. ഉദാഹരണത്തിന് നിങ്ങളോട് പറയാണ് 101 ഇൻറ്റു മേ ബി ഒരു 51 ചെയ്യാൻ പറയാണ്. 101 × 51 അതെങ്ങനെയാ ചെയ്യുക? 101 × 51 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്, മൈൻഡിൽ കാണാം. എങ്ങനെയാ ചെയ്യുക? 100 + 1 ഇൻറ്റു 50 + 1 ഇതാണ് ചെയ്യാനുള്ളത്. ആ കാര്യമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ നോക്കിയേ, x+1 ഇൻറ്റു y+1 ഈക്വൽ ടു xy + x + y + 1. അപ്പോ അതാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഒരു ഐഡന്റിറ്റി ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാ ചെയ്യാൻ പറ്റുക? നിങ്ങൾ നോക്കി, ഇവിടെ 100 നമ്മളിപ്പോ പറഞ്ഞൊരു എക്സാമ്പിൾ ഏതായിരുന്നു? 101 × 51 ആണ് നമ്മൾ പറഞ്ഞത്. 101 × 51. സോ നിങ്ങൾ നോക്കിയ 101 × 51 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 100 + 1 × 50 + 1 എന്ന് പറയാൻ പറ്റും അല്ലെ? മൈൻഡ് കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ ആൻസർ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇതിന്റെ ആൻസർ വരിക 100 × 50 100 × 50 പ്ലസ് 100 പ്ലസ് 50 പ്ലസ് 1 ആണ് വരിക. അതെങ്ങനെ അങ്ങനെ കിട്ടണേ? ഒന്നുമില്ല, ഓരോ ടേം മൾട്ടിപ്ലൈ ചെയ്യണ്ട. 100 × 50 ഇവിടെ വരും, 100 × 1 ഇവിടെ വരും, അതേപോലെ 50 × 1 ഇവിടെ വരും, 1 × 1 ഇവിടെ 1 വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ കാണാൻ ഇനി വളരെ എളുപ്പമാണ്. ദിസ് ഇസ് ഈക്വൽ ടു ഈ 100 × 50 എത്രയാണ്? 3 zeros വരും. എങ്ങനെ 3 zeros വരിക? ഇവിടെ 2 0 ഇവിടെ 1 0 ഉണ്ട് അല്ലെ? അതേപോലെ തന്നെ പ്ലസ് 100 + 50 150 151 എക്സ്ട്രാ വരും, 151. ദിസ് ഇസ് ഈക്വൽ ടു 51 51 ഇതാണ് ആൻസർ വരിക. 51 ഇതാണ് ആൻസർ വരിക. സിമ്പിൾ ആയിട്ട് സത്യം പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മൈൻഡിൽ കാണാൻ പറ്റും.
അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് മൈൻഡിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ട, അല്ലെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു ഐഡന്റിറ്റിയാണ് എന്ത് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഒരു രണ്ട് നമ്പേഴ്സ് ഈ രണ്ട് നമ്പേഴ്സിനോട് +1 ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് ആക്ച്വലി സംഭവിക്കുക? രണ്ട് നമ്പറിനോട് 1 ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക? ആദ്യത്തെ നമ്പർ അതിന്റെ പ്രൊഡക്റ്റ് പ്ലസ് ആ രണ്ട് നമ്പറിന്റെ സമ്മ് പ്ലസ് 1 വരിക. ഇപ്പൊ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. 100 എന്ന് പറയുന്നതും 50 എന്ന് പറയുന്നതുമായുള്ള രണ്ട് നമ്പർ എടുക്കുക. നിങ്ങളോട് കാണാൻ പറഞ്ഞ എന്താ? 101 × 51 ആണെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ 100നോട് 1 കൂട്ടുക, 50നോട് 1 കൂട്ടുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 100 × 50 ചെയ്യുക, 100 + 50 ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന രണ്ട് ആൻസർ ആഡ് ചെയ്യുന്നതിന്റെ കൂടെ ഒരു 1 കൂടി കൂട്ടുക. അപ്പൊ 100 × 50 എന്താ വരിക? 5000 വരും. 100 + 50 150 വരും. 5150 ആയി. അതിനോട് 1 കൂട്ടിക്കഴിഞ്ഞാൽ 5151 5151 കിട്ടും. ഇതാണ് ഈ ഇക്വേഷന്റെ അർത്ഥം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. നമുക്ക് ബീജഗണിത രൂപത്തിൽ ഇക്വേഷൻ ഫോമിൽ നമ്മൾ പറയുകയാണെങ്കിൽ x × y നിങ്ങൾക്കറിയാം xy, x × 1 നിങ്ങൾക്കറിയാം x, y × 1 നിങ്ങൾക്കറിയാം y, 1 × 1 നിങ്ങൾക്കറിയാം 1. ഇത്രയാണ് പറയാനുള്ളത്. ഇനി ഇതേപോലെ നിങ്ങൾക്ക് വേറെ നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്ത് നമ്പർ തന്നു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ഇവിടെ നിങ്ങളോട് പറയാണ് 31 × 51. നമ്മൾ നേരത്തെ 3 ഡിജിറ്റ് നമ്പറാണ്, അല്ലെ 3 അക്കമുള്ള നമ്പറാണ് നേരത്തെ എടുത്തത്. ഇനി നമ്മൾ 2 അക്കമുള്ള നമ്പേഴ്സ് 31 അതേപോലെ 51 എടുക്കുകയാണെങ്കിലോ ഒരു പണിയില്ല. അതിന്റെ ആൻസർ വേണമെങ്കിൽ നമുക്ക് മൈൻഡ് കാണാൻ പറ്റും. എങ്ങനെ മൈൻഡ് കാണാൻ പറ്റുക? 30 × 50 3×5 15 1500 വരും. 30 + 50 80. അപ്പൊ 1580 ആയി. അതിനോട് 1 കൂട്ടണം. 1581 ഇതിന്റെ ആൻസർ കിട്ടുക. പെട്ടെന്ന് ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അതിന്റെ സ്റ്റെപ്പ് എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്താ വരിക? ഇതെന്ന് പറഞ്ഞാൽ 30 + 1 × 50 + 1. ഇതാണ് ആദ്യം പറയേണ്ടത്, അല്ലേ? സോ ഇത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 30 × 50 നമ്മുടെ ഐഡന്റിറ്റീസിലുള്ള പോലെ നോക്കിയേ, ആദ്യത്തെ ടേമും ഈ ടേമും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അത് തന്നെയാണ് 30 × 50 ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ x ആണുള്ളത് എന്ന് പറഞ്ഞാൽ ഈ 30 ആണ് പിന്നെ എഴുതേണ്ടത്. സോ ദിസ് ഇസ് 30. അത് കഴിഞ്ഞിട്ട് 50 × 1 50 50. 1 × 1 1. കണ്ടോ? ഇതാണ് വരിക. ഇനി നിങ്ങൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 30 × 50 3×5 15. പിന്നെ 2 zeros ഉണ്ട് അല്ലെ? ആ 2 zeroയും അതേപോലെ എഴുതുക. പിന്നെ 30 50 എത്രയാ? 80 ആണ് വരിക +1. സോ നമുക്ക് പറയാൻ പറ്റും 1581 ആണ്. അത് നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? മൈൻഡിൽ കണ്ടിട്ടുണ്ട്. സോ നമ്മൾക്ക് പറയാനുള്ള കാര്യം ചുരുക്കി പറയുകയാണെങ്കിൽ, രണ്ട് നമ്പറിനോട് ഓരോ നമ്പർ കൂട്ടുകയാണെങ്കിൽ എന്ത് വരും? ഓരോ നമ്പർ കൂട്ടുകയാണെങ്കിൽ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ രണ്ട് നമ്പറിന്റെ സമ്മ് പ്ലസ് രണ്ട് നമ്പറിന്റെ പ്രൊഡക്റ്റ് എടുക്കണം. പിന്നെന്ത് ചെയ്യണം? അതിനോട് ഫൈനലി 1 കൂട്ടണം. ഇതാണ് ചെയ്യാനുള്ളത്. ഇനി അതേപോലെ തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയാണ് 102 × 52 ചെയ്യാൻ പറയുന്നത്. 102 × 52 ചെയ്യാൻ പറയുന്നത്. എങ്ങനെയാ നിങ്ങൾ കണ്ടുപിടിക്കുക? അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഫോം ചെയ്യാൻ പറ്റും. എങ്ങനെ ഫോം ചെയ്യാൻ പറ്റുക? ഇവിടെ ഇപ്പം എന്താ പറയാ, x+1 അല്ലേ ഉള്ളത്, അതിന് പകരം x+2 എഴുതുക. 102 അല്ലേ പറഞ്ഞത്? 102 കഴിഞ്ഞ് 52 ആണ് പിന്നെ പറഞ്ഞത്. y+2 എന്നുള്ളത് 50 + 2 പകരം എഴുതുക. ഇനി ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ വരിക xy + 2x + 2y + 2 × 2 4 ആണ് വരിക. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? xy + 2 കോമൺ ആയിട്ട് എടുത്താൽ x+y എന്താ പറയാ 4 എന്നാണ് വരിക. ഇപ്പൊ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? നിങ്ങളോട് പറയാണ് 102 × 52 ചെയ്യാൻ പറയാണ്.
നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബൈ റൈറ്റിംഗ് 100+2 100+2 ഇൻറ്റു 50+2 എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ മാറ്റാൻ പറ്റും? നിങ്ങൾ ആദ്യം തന്നെ XY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ടേമിന്റെ പ്രൊഡക്റ്റ് എന്താണ്? 100 × 50 പ്ലസ് ഇവിടെ ഉള്ള പോലെ 2 ഇൻറ്റു എന്ത് ചെയ്യണം? ഈ രണ്ട് നമ്പറിന്റെ സമ്മ് 100+50 അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 × 2 4 ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇത് മൈൻഡിൽ തന്നെ കാണാൻ പറ്റും. ഇത് ആദ്യമേ കാണാൻ പറ്റും, പക്ഷെ നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. സോ നിങ്ങൾ നോക്കിയേ, 100 × 50 നമുക്കറിയാം ദിസ് ഇസ് 5000 പ്ലസ് 100 50 150 150 × 2 എത്രയാ? 300 വരും. അതേപോലെ 4 വരും എന്ന് പറഞ്ഞാല് 5304 ആൻസർ വരിക. 5304 ആൻസർ വരിക. ഇനിയിപ്പോ നിങ്ങൾ 102 × 52 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തന്നെയാണ് കിട്ടുക. കാരണം നമുക്ക് എങ്ങനെ ഇത് കാരണം പറയാൻ പറ്റുക? 100 × 52 ഇത് തന്നെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇത് നമ്മളിപ്പോ നോക്കി രണ്ട് ടേമിനെ രണ്ടായിട്ടല്ലേ സ്പ്ലിറ്റ് ചെയ്യണേ. ഇത് നമ്മൾ ഒരു ടേമിനെ മാത്രം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തും വേണമെങ്കിൽ ആൻസർ പറയാൻ പറ്റും. എങ്ങനെയാണ്? 100 × 52 5200. അതേപോലെ 2 × 52 104. 5304 വരെ. അങ്ങനെയും ചെയ്യാം. അതൊക്കെ മൈൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ആരും ഇവിടെ എഴുതിയിട്ടില്ല ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ, ഇല്ലേ? 5304 വരെ. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ, എസ്പെഷ്യലി മൾട്ടിപ്ലിക്കേഷൻ, പല രീതിയിൽ നമുക്ക് സിമ്പിൾ ആക്കാൻ പറ്റും. ഓക്കെ, ഇനി പറയാനുള്ളത് x+1/2 × y+1/2 എന്താണ് വരിക? അല്ലെങ്കിൽ ഇതിന്റെ ഈ ഐഡന്റിറ്റി, അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്കിയേ, x+1 × y+1 നമ്മൾ ഇവിടെ ഇക്വേഷൻ തന്നു. അതേപോലെ തന്നെ നോക്കിയേ x+2 × y+2 നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ ഇക്വേഷൻ പറഞ്ഞു. നോക്കിയതാ, x+2 × y+2 നമ്മൾ ഇവിടെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം? x+3 പറയാം, x+4 പറയാം, x+1/2 വേണോ അത് പറയാം, ഏതും പറയാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ താഴെ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, സോ ഇവിടെ x+1/2 × y+1/2 ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ വരിക? ഏറ്റവും ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓരോ ടേം മൾട്ടിപ്ലൈ ചെയ്യാം. xy പ്ലസ് 1/2x, x × 1/2നെ 1/2x എന്ന് പറയാം. അതേപോലെ ഇനി 1/2 × y കഴിഞ്ഞതിന് ശേഷം 1/2y കഴിഞ്ഞാൽ 1/2 × 1/2 എന്താ വരിക? 1/4 ആണ് വരിക. 1/2 × 2 1/4 ആണ് വരിക. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇതിനെ എഴുതാൻ പറ്റും xy പ്ലസ് 1/2 × x പ്ലസ് y പ്ലസ് 1/4 ഇതാണ് വരിക. സോ നമുക്ക് ഫൈനലി എഴുതാൻ പറ്റും x+1/2 × y+1/2 this is going to be equal to this. അപ്പോൾ ഇത് മലയാളത്തിലും പറയുന്നുണ്ട്. അപ്പം എന്താ പറയാ, നിങ്ങൾ എഴുതുന്ന കാര്യം ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താ പറയാ, ഈ രണ്ട് ടേമിന്റെ, രണ്ട് പദങ്ങളുടെ തുക, ഐ മീൻ തുകയല്ല, എന്താ പറയുക, ഗുണനഫലം അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കി ഈ ഒരു രീതിയിലാണ് വരിക. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടോ, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തില്ലേ, അതിന് പകരം ഇവിടെ 1/2 ആണെങ്കിൽ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനിയിപ്പോ ഇവിടെ 1 ആണെങ്കിലോ, ഇവിടെ 1 ആണെങ്കിലോ അവിടെ 1 × x+y ആണ് വരിക. ഇങ്ങനെ ഏത് ടേം ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ടേം ഇവിടെ 1/2 ഉണ്ട്, ഇവിടെ 2 ഇവിടെ 2 ഉണ്ട്. ഇനിയിപ്പോ x+y × എന്താ പറയാ x+1 × y+1 ആണെങ്കിലോ, അതേപോലെ 30+1 × 50+1 ആണെങ്കിലോ ഇവിടെ 1 × 30+50 ആണ് വരുന്നത്. അപ്പൊ ആ രീതിയിൽ എന്ത് ടേം ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ജനറലൈസ് ചെയ്ത് എഴുതാൻ പറ്റും, പൊതുവായിട്ട് എഴുതാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. പിന്നെ ലാസ്റ്റ് വരുന്നത് എന്താ? 1/2 × 1/2. ഇവിടെ വന്ന എന്താ? 2 × 2 4. നേരത്തെ വന്ന എന്താ? 1 × 1 1. കണ്ടോ, ഇക്വേഷൻ ഒരു പണിയില്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ്
ബേസിക്കലി നമുക്ക് ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ പ്രോബ്ലംസ് ആണ്. അത് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്